ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാസർഗോഡ് ചെങ്ങള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചത്തെ വർക്കുകൾ കണ്ടു കഴിഞ്ഞു. എവിടേക്കാണ് വർക്ക് നടക്കാനുള്ളത്, അതുപോലെ തന്നെ പണികൾ പൂർത്തിയായ റോഡും നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിന്ന് കാണാൻ പോകുന്നു കേട്ടോ. അതിൽ ഏറ്റവും വലിയ ഒരു റിസ്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടല എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട്. അതൊരു സംഭവം തന്നെയാണ്. അവിടെ വയഡക്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മുൻഭാഗത്തുള്ള ഫ്ലൈ ഓവറിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ചെറിയ തോതിൽ ഗതാഗതത്തിനുണ്ട് തുറന്നു കൊടുത്തിരുന്നു. പിന്നീട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അപ്ഡേഷൻ നൽകുന്ന സമയത്ത് പണികൾ നടക്കുന്ന ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്ത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുക. കാരണം രാവിലെയാകും ചിലപ്പോൾ വീഡിയോ എടുക്കുക, അന്ന് തുറന്നിട്ടുണ്ടാവും. പിന്നീട് വൈകുന്നേരം സമയത്ത് ക്ലോസ് ചെയ്തിട്ട് ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം പണികൾ നടക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറൊരു ബൈപ്പാസ് കൂടി വരുന്നുണ്ട്, ചെറുവത്തൂർ ബൈപ്പാസ്. ഈ ചെറുവത്തൂർ ബൈപ്പാസിന്റെ നിർമ്മാണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയൊരു കുന്നായിരുന്നു. ആ കുന്നിന്റെ സൈഡ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെയുള്ള ബെഞ്ച് കട്ടിംഗ് എന്നുള്ള രീതിയിലുള്ള ഷോർട്ട് കട്ടിന്റെ വർക്കാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ചെറുവത്തൂർ ബൈപ്പാസ് ആണ്. ഈ ചെറുവത്തൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുന്നുമ്മൽ ജുമാ മസ്ജിദ് ഉണ്ട്, അവിടുന്ന് കുട്ടമത്ത് റോഡ്, അവിടുന്നാണ് ഈ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് മട്ടലായിലാണ് ഇത് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ചെറുവത്തൂരിൽ നിന്നും പഠന ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിന് കുറുകെ ഒരു അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പണി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഏകദേശം ഇതേമാതിരി തന്നെയായിരുന്നു. സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ആറി പാനൽ പല ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ചെറുവത്തൂർ ബൈപ്പാസ്. ഇതിന്റെ ഇടത് ഭാഗത്തെ കുന്ന് നിങ്ങൾ കണ്ടോ, അതിൽ കൂടി ആയിരുന്നു ആദ്യം റോഡ് പോയിരുന്നത് കേട്ടോ. ഇതൊക്കെ പിന്നീടാണ് ഈ ബൈപ്പാസ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ തോടുണ്ടായിരുന്നു. ആ തോടിന് കുറുകെയുള്ള ഒരു ചെറിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആറുവരി പാലമാണ്. എന്തായാലും വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പണികൾ നടക്കാനുണ്ട് കുറെ ഭാഗത്ത്. അപ്പൊ ഈ ഭാഗം കണ്ട് നിങ്ങൾ, ഇതാണ് ബെഞ്ച് കട്ടിങ്. ഇതേ സംവിധാനം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ വീരമലക്കുന്ന് കണ്ടില്ലേ, അവിടെ ഇതേമാതിരത്തെ വർക്ക് ചെയ്തിരുന്നത്. പഴയ റോഡ് പോയിരുന്ന വഴിയാണ്. അതിന്റെ മുകൾ ഭാഗത്തൂടെ അത്രയും വലിയൊരു ഉയർന്ന പ്രദേശമായിരുന്നു. വലിയ വലിയ ടാങ്കർ ലോറികളും അതുപോലെ തന്നെ വലിയ വലിയ ലോഡ് കയറ്റി ലോറികളൊക്കെ അധിക സമയത്തും ഇവിടെ ബ്രേക്ക് ഡൗൺ ആവലുണ്ട്. കാരണം കയറ്റം വലിഞ്ഞ് കയറുന്ന സമയത്ത് എന്നിട്ട് ഗതാഗതക്കുരുക്കം ഉണ്ടാവലുണ്ട്. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് പാർവരിപ്പാതയുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടാറിംഗ് വരെ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പൊ ഇതാണ് മട്ടലായി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ വന്നിട്ടാണ് ചെറുവത്തൂർ ബൈപ്പാസ് അവസാനിക്കണം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുൻപ് ഒരു ചർച്ച ഇപ്പൊ ഈ അടുത്ത് വന്നിരുന്നു. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ തുറക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. കാരണം പല സ്ഥലത്തും റോഡിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയുള്ള വലിയ വലിയ പ്രദേശത്തുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമാണ് നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജ്. ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മുൻഭാഗത്ത് ഒരു ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ആണ് ഈ റോഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. കാരണം പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ അവിടുന്നാണ് ഈ റോഡ് തുടങ്ങുന്നത്. ഈ നേരെ കാണുന്നതാണ് നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജ് കേട്ടോ. അപ്പം ഇങ്ങോട്ടുള്ള വാഹന ഗതാഗതത്തിന് ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ്. കാരണം പണ്ടൊക്കെ റോഡ് ഇടുങ്ങിയ റോഡായിരുന്നു. അതിൽ കൂടെ ആംബുലൻസ് ഒക്കെ വരുന്ന സമയത്ത് വളരെയധികം ഗതാഗതക്കുരുക്ക് ഉണ്ടാവലുണ്ട്. അപ്പൊ ഇനി അതൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ ആറുവരിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ അപ്രോച്ച് റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി പോയിരിക്കുകയാണ്. അതിന്റെ മുകൾ ഭാഗത്തോടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ രാവിലെയാണ്. രാവിലെ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി തുറന്നു കൊടുത്തത്. ചില സമയത്ത് മാത്രമേ ഞാൻ പറഞ്ഞത് ഡൈവേർഷൻ കൊടുക്കുന്നുള്ളൂ. എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏകദേശം ഇപ്പം ആ ഒരു നമ്മുടെ ടോളിന്റെ കാര്യം മനസ്സിലായില്ല. പണികൾ പൂർത്തിയായ കുറേ ഭാഗങ്ങളുണ്ട് രണ്ടാമത്തെ റീച്ചിലൊക്കെ ആയിട്ട്. അപ്പൊ അതിനുള്ള ടോൾ പിരിവാണ് മിക്കവാറും ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. പെരിയ എന്ന് പറഞ്ഞ ഭാഗത്താണ് ടോൾ പ്ലാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടാണ്. അവിടെ ഏകദേശം ഫുള്ളായിട്ട് PQC ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ബാറിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ നമുക്കവിടെ പ്രതീക്ഷിക്കാം. അപ്പൊ പല പ്രശ്നങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളൂ. കോഴിക്കോട് ഇതേമാതിരി തന്നെ ടോൾ പ്ലാസ തുറന്ന സമയത്ത് പല ഭാഗത്തും നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. സർവീസ് റോഡ് വരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും പാലങ്ങളുടെ ഒരു ഭാഗത്തുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അവിടെ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പന്തീരങ്കാവ് ഓളവണ്ണ ടോൾ പ്ലാസയിൽ കുറെ പ്രതിഷേധങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് കാര്യമായിട്ട് പ്രതിഷേധങ്ങളൊന്നും കാണാനില്ല. കോഴിക്കോട് റീച്ചിൽ 2 ടോൾ പ്ലാസകളാണ് വന്നിരിക്കുന്നത്. ഒന്ന്
നമ്മുടെ പന്തിരംഗ ഒളവണ്ണ ടോൾ പ്ലാസയും പിന്നീട് വന്നിരിക്കുന്ന കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ടോൾ പ്ലാസ കേട്ടോ. അതുപോലെ തന്നെ ആറുവരിപ്പാതയുടെ നിർമ്മാണം എത്രത്തോളം വേഗതയിൽ പൂർത്തീകരിക്കുന്നുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള ആക്സിഡന്റുകളും പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പല ആളുകൾക്കും ആറുവരിപ്പാതയിൽ കൂടെ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് അറിയാത്ത സ്ഥിതിയാണ്. പണ്ട് 2 വരിപ്പാതയിൽ കൂടെയും 4 വരിപ്പാതയിൽ കൂടെയും വാഹനം ഓടിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോഴും 6 വരിപ്പാതയിൽ കൂടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ, കാൽനട യാത്രക്കാരെല്ലാം 6 വരിപ്പാതയിൽ കയറുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ബൈക്ക്, ട്രാക്ടർ, ഓട്ടോറിക്ഷ ഇനി 6 വരിപ്പാതയിൽ കയറി കഴിഞ്ഞാൽ ഫൈൻ വരുമെന്ന് ഇതിനു മുൻപ് ഒരു റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലത്തും ആളുകൾ ഇപ്പോഴും എക്സിറ്റ് ഉള്ള സ്ഥലത്ത് എൻട്രി ഉള്ള സ്ഥലത്തും എക്സിറ്റ് എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം അപകടം വിളിച്ചു വരുത്തുന്ന രീതിയാണ്. അതുപോലെ തന്നെ പരിയാരം പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിന്റെ മുൻഭാഗത്ത് ഒരു ഓവർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉയർന്ന പ്രദേശം തന്നെയായിരുന്നു. ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് 2 ഭാഗത്തും സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് ക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തും ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. അടിഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഡിവൈഡറിന്റെ വർക്കാണ് നടക്കാനുള്ളത്, ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാസർഗോഡ് തലപ്പാടി മുതൽ ഏകദേശം നമ്മൾ തളിപ്പറമ്പ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും 6 വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രം ഇതുപോലെയുള്ള വളവുകളുള്ള സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്തും മാത്രമാണ് ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം ഒരു ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത് മാത്രം. ഇനിയാണ് ചുടല എന്ന് പറഞ്ഞ സ്ഥലം വരുന്നിട്ടോ. ഈ ചുടല എന്ന് പറഞ്ഞ സ്ഥലം, ചുടല മുതൽ ഏകദേശം കുപ്പം പാലം വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളവ് ഉള്ള ഒരു റോഡാണ്. ആ വളവുള്ള റോഡിൽ ഒരു വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുകയാണ്. 2 വയഡക്റ്റ് ഉണ്ട്. ഒന്ന് ചുടല ഭാഗത്തും പിന്നീട് താഴത്ത് നമ്മളെ കുപ്പം മോൾ ഭാഗത്തുമായിട്ടാണ് ഒരു വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴും മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഭാഗമൊക്കെ നോക്കി നിങ്ങൾ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പെയിന്റിംഗ് വർക്ക്, ക്രാഷ് ബാരിയറിന്റെയും ഡിവൈഡറിന്റെയും കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ഇതിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കാസർഗോഡ് മുതൽ ഏകദേശം തലപ്പാടി മുതൽ നമ്മളെ കുപ്പം, തളിപ്പറമ്പ് കുപ്പം ഭാഗം വരെയുള്ള വർക്കുകളുടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ട മാതിരി സോയിൽ നെയിലിംഗും ഷോർട്ട് ക്ലീനിങ് ചെയ്തിരിക്കുകയാണ്. ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനക്കം ഓടി തുടങ്ങിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈനിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് ചുടല വളവിന്റെ അവിടെയുള്ള വയഡക്റ്റിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വയഡക്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്നത്, ഇതിനു മുൻപ് എനിക്ക് കമന്റ് വന്നാണ് ഈ വയഡക്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, സാധാ ബ്രിഡ്ജ് തന്നെയാണോ എന്നുള്ളത്. സാധാ ബ്രിഡ്ജ് പോലെ തന്നെയാണ്, പക്ഷെ വയഡക്റ്റ് എന്ന് പറയുന്നത് ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ചെരിവുള്ള സ്ഥലങ്ങളിലൊക്കെ നിർമ്മിക്കുന്നതാണ് വയഡക്റ്റുകളുടെ. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ദേശീയപാത 66 വികസനത്തിൽ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ്. 2 കിലോമീറ്ററാണ് ഇതിന്റെ നീളം കേട്ടോ. അപ്പൊ ഇതാണ് വയഡക്റ്റ് കണ്ടത്. പക്ഷെ ഇവിടെ വയഡക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്നുമല്ല വന്നിരുന്നത്. കാരണം ഇത് വലിയൊരു വളവായിരുന്നു. ഈ ചുടല എന്ന് പറഞ്ഞ സംഭവം വലിയൊരു വളവായിരുന്നു. ആ വളവ് കുറച്ചൊന്ന് നിവർത്തിയിട്ടാണ് വയഡക്റ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറുഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത്. എന്നാലും 2 ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇനി എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ടാറിങ്ങിന്റെ വർക്ക് നടക്കാനുണ്ട്. ഒരു ഭാഗത്ത് പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്തുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത്. നോക്കി, ഇതാണ് ഇടതുഭാഗത്തുള്ളതാണ് ചുടല എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അതിരാവിലെയാണ് ഞാൻ ഈ ഭാഗത്തുകൂടെ പാസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കോടയായിരുന്നു, നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഈ വയഡക്റ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ലൊരു കിടിലൻ കാഴ്ചയെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. നോക്കിയാൽ എങ്ങനെയാണ് ഈ പ്രദേശം നിങ്ങൾ നോക്കിയാൽ ശരിക്കും ഒരു റാ ടൈപ്പ് തന്നെയാണ്. വലിയൊരു വളവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ കയറ്റും ഇറക്കുമായുള്ള പ്രദേശം തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ വയഡക്റ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തെ തൂണുകൾ മാത്രമേ ഉയരത്തുള്ളൂ, മറുഭാഗത്തുള്ള തൂണ് നല്ല താഴ്ചയെന്നാണ് കെട്ടിപ്പൊന്തിച്ച് വന്നിരിക്കുന്നത് കേട്ടോ. എന്നാലും വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ് ഏകദേശം ഭാഗങ്ങളിൽ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തും കോൺക്രീറ്റ് വാള നിർമ്മാണം നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ അവിടെയും കുന്ന് തന്നെയായിരുന്നു. ആ കുന്നൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് വീതി വെച്ചിരിക്കുന്നത്. 6 വരിപ്പാതയുടെ നല്ലൊരു വളവ് തന്നെയായിരുന്നു. ഇവിടുന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കുപ്പം പാലം കാണാം. കുപ്പം പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിഷാദ് പടിഞ്ഞാറ്റി പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിഷാദ് പടിഞ്ഞാറ്റി പറയുന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ ഈ ഭാഗത്തുള്ള പഴയ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ നിഷാദ് പടിഞ്ഞാറ്റിൽ പോയിട്ട് പ്ലേ ലിസ്റ്റിൽ കാസർഗോഡ് എന്നുണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് 2022 ശേഷം എങ്ങനെയാണ് ഈ ഭാഗത്തുള്ള വർക്കുകൾ നടന്നതും അതുപോലെ തന്നെ അന്ന് എങ്ങനെയായിരുന്നു ഈ പ്രദേശം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ചുടല കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വയഡക്റ്റ് വരുന്നുണ്ട്. ആ വയഡക്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വയഡക്റ്റ്
പോകുക ചെയ്യുന്നത് കണ്ടോ. ഈ താഴ്ന്ന പ്രദേശമാണ്, ഇവിടെ നിന്നൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകേണ്ടത്. ഇടതുഭാഗത്ത് പഴയ റോഡാണ്, അപ്പോൾ അവിടെയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്, അവിടെ ഷോർട്ട് കീ ചെയ്ത പ്രദേശമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു വളവ് തന്നെയാണ്. ഏകദേശം ഇപ്പം നമ്മൾ യാത്ര ചെയ്യണമെന്ന് ചുടല മുതൽ താഴത്തെ കൊപ്പം പാലം വരെ നല്ലൊരു വളവ് തന്നെയായിരുന്നു. അപ്പോൾ കൊപ്പം പാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാഹനം കയറ്റം കയറി വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഇനി ഈ വയഡക്റ്റിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കയറാൻ സാധിക്കുന്നതാണ്. പക്ഷേ വലിയ കയറ്റം ഉണ്ടാവില്ല, ഒരു ചെറിയൊരു കയറ്റം ഉണ്ടാവും. വലിയ വാഹനങ്ങളും അതുപോലെ തന്നെ ലോറികളൊക്കെ നേരെ ഇടത് ഭാഗത്തെ ഫസ്റ്റ് ട്രാക്കിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. പലരും ഇപ്പോഴും മിഡിൽ 80 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യേണ്ട ട്രാക്കിൽ കൂടെയാണ് ഇപ്പോഴും ലോറികൾ ഓടിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അപകടങ്ങൾ വിളിച്ചു വരുത്തുക. നിങ്ങൾ അശ്രദ്ധയായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നവർ വരെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബൈക്ക് ഓട്ടോറിക്ഷ ദയവ് ചെയ്ത് ആറുവരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗങ്ങളിലൂടെ കടന്നു പോകരുത്. വളരെയധികം ശ്രദ്ധിച്ചിട്ട് പോവുക. സർവീസ് റോഡൊക്കെ ഓപ്പൺ ആണ് പല സ്ഥലത്തും, ചില സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡിന്റെ പണി നടക്കാനുള്ളൂ. പിന്നീട് ഇവിടുന്ന് നേരെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് കുപ്പം പാലം വരെ. അപ്പൊ കുപ്പം പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് പുതിയതായിട്ടുള്ള 3 വരിപ്പാലം നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത 66 നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ. ഈ റീച്ചിൽ 3 ബൈപ്പാസുകളാണ് ഉള്ളത്. ഒന്ന് ചെറുവത്തൂർ ബൈപ്പാസ്, പിന്നീട് പയ്യന്നൂർ ബൈപ്പാസ്, പിന്നീട് തളിപ്പറമ്പ് ബൈപ്പാസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.